നമസ്തേ, ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം കാണാം പ്രധാന വാർത്തകൾ. മതാധിഷ്ഠിത സംവരണം ഭരണഘടനാ വിരുദ്ധമെന്ന് RSS. തൊട്ടുകൂടായ്മയും ജാതി ചിന്തയും മാറണം. വഖഫ് അധിനിവേശം യാഥാർത്ഥ്യവും അപകടകരവും. രാമക്ഷേത്രം സമൂഹത്തിനാകെ നേട്ടം. മണിപ്പൂരിൽ സർക്കാർ കാര്യക്ഷമമായി ഇടപെട്ടെന്നും സർക്കാര്യവാഹ ദത്താത്രേയ ഹൊസബളെ. ശതാബ്ദി വാർഷികത്തിൽ സമ്പർക്ക യജ്ഞങ്ങൾ. സമ്പർക്കം പഞ്ചപരിവർത്തൻ അടിസ്ഥാനമാക്കി രാജ്യമാകെ സംഘതത്വങ്ങൾ പ്രചരിപ്പിക്കും. ലക്ഷ്യം സാംസ്കാരിക മൂല്യം കൈവിടാത്ത ആധുനിക ജീവിതം. യുവതയ്ക്കായി പ്രത്യേക പരിപാടികളെന്നും RSS സർക്കാര്യവാഹ. വർക്കർ ദേശീയ പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അനുകൂലമായി നിലപാട് സ്വീകരിച്ച ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖനായ ഒരാളാണ്. അത്രേ ഞാൻ പറഞ്ഞു. EMS എല്ലാവരും തന്നെയാണ്. പുത്രനൊക്കെ മഹാനം തന്നെ. അല്ലല്ല, ഒരാളും പറഞ്ഞിട്ടില്ല. അഥവാ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പില്ല. അതാ ഇല്ല പറഞ്ഞ മനസ്സിലായില്ലേ? ഉടനെ EMSനെ തള്ളി MV ഗോവിന്ദൻ. EMS പറഞ്ഞാലും സാവർക്കറെ അംഗീകരിക്കില്ല. സാവർക്കർ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തെ അനുകൂലിച്ചയാൾ. പ്രതികരണം സാവർക്കറെ കുറിച്ച് EMS എഴുതിയത് ചൂണ്ടിക്കാട്ടിയപ്പോൾ. SDPAയുടെ അടിവേരിളക്കാൻ ED. സംഭാവനകൾ ഹവാല പണമെന്ന് കണ്ടെത്തൽ. നൽകിയവരുടെ വിവര ശേഖരണം തുടങ്ങി. ഭാരതം വളർച്ചയുടെ ഫാസ്റ്റ് ട്രാക്കിൽ. ആഭ്യന്തര ഉൽപാദനത്തിൽ വൻ കുതിപ്പ്. 10 വർഷത്തിനിടെ 105% വളർച്ചയെന്ന് IMF. വളർച്ചാ നിരക്കിൽ US-നെയും പിന്നിലാക്കി ഭാരതം 1ാം സ്ഥാനത്ത്. സംസ്ഥാന സർക്കാരിനെ വിമർശിച്ച് KCBCയും താമരശ്ശേരി രൂപതയും. നാടിനെ മദ്യത്തിൽ മുക്കിക്കൊല്ലാൻ നീക്കമെന്ന് KCBC. ഇതര സംസ്ഥാന തൊഴിലാളികളെ പരിശോധിക്കണമെന്നും സർക്കുലർ. പോലീസിന് നിയന്ത്രിക്കാനാവാത്ത വിധം ലഹരി മാഫിയ ശക്തമെന്ന് താമരശ്ശേരി രൂപത. കണ്ണിൽ പൊടിയിടാൻ വീണ്ടും മുണ്ടുമുറുക്കൽ നാടകം. ചെലവ് ചുരുക്കാൻ സർക്കാർ നിർദ്ദേശം. ഓഫീസ് ആവശ്യങ്ങൾക്കല്ലാതെ വാഹനം ഉപയോഗിച്ചാൽ നടപടി. ചെലവ് ബജറ്റ് വിഹിതത്തിൽ കൂടരുതെന്നും ധനവകുപ്പ്. ജനം ബ്രേക്കിംഗ്. BJP പുതിയ സംസ്ഥാന അധ്യക്ഷനെ ഔദ്യോഗികമായി നാളെ അറിയാം. നാമനിർദ്ദേശ പത്രിക സമർപ്പണം ഇന്ന്. തിരുവനന്തപുരത്ത് കോർ കമ്മിറ്റി യോഗം. IPL-ന് ആവേശത്തുടക്കം. ഇന്ന് 2 മത്സരങ്ങൾ. മുംബൈ ചെന്നൈ എൽ ക്ലാസിക്കോ രാത്രി 7:30 മുതൽ. ആദ്യ മത്സരം രാജസ്ഥാനും ഹൈദരാബാദും തമ്മിൽ. ശതാബ്ദി പൂർത്തീകരണ വർഷത്തെ പ്രവർത്തനങ്ങൾക്ക് അന്തിമ രൂപം നൽകി RSS അഖില ഭാരതീയ പ്രതിനിധി സഭയ്ക്ക് പരിസമാപ്തി. ശതാബ്ദി വർഷത്തിന്റെ ഭാഗമായി രാജ്യത്തെ എല്ലാ ഭാഗങ്ങളിലും ഗ്രാമങ്ങളും നഗരങ്ങളും കേന്ദ്രീകരിച്ച് സമ്പർക്ക യജ്ഞം നടത്തും. സംഘതത്വങ്ങളുടെ പ്രചാരണം സമ്പർക്ക പരിപാടിയിൽ നടക്കും. പഞ്ചപരിവർത്തന ആശയങ്ങൾ വ്യക്തിജീവിതത്തിലും കുടുംബത്തിലും നടപ്പിലാക്കുന്നത് സംബന്ധിച്ച് പ്രബോധനം നൽകുമെന്നും സർക്കാര്യവാഹ ദത്താത്രേയ ഹൊസബളെ വ്യക്തമാക്കി. ഭാരതത്തെ മഹത്തരവും സമ്പന്നവുമാക്കാൻ പുതുതലമുറ മുന്നിട്ടിറങ്ങണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഗൗതം അനന്തനാരായണൻ വിവരങ്ങളുമായി ചേരുന്നു. ഗൗതം, എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ? രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ ശതാബ്ദി പൂർത്തീകരണ വർഷവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളാണ് 3 ദിവസമായി ബംഗളൂരുവിൽ ചേരുന്ന അഖില ഭാരതീയ പ്രതിനിധി സഭ ചർച്ച ചെയ്തത്. അതിൻ്റെ വിശദാംശങ്ങളാണ് RSS സർക്കാര്യവാഹ ദത്താത്രേയ ഹൊസബളെ ഇന്നിപ്പോൾ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത്. ശതാബ്ദിയുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് സംഘം വരുന്ന ഒക്ടോബർ മാസത്തിലെ വിജയദശമിയിൽ തുടക്കം കുറിക്കും. 2026 ഒക്ടോബർ മാസത്തിലെ വിജയദശമി വരെ 1 വർഷം നീണ്ടു നിൽക്കുന്ന പ്രത്യേക പ്രവർത്തന പദ്ധതി ഈ ശതാബ്ദി പൂർത്തീകരണ വർഷവുമായി ബന്ധപ്പെട്ട് നടത്തുന്നുവെന്നാണ് സർക്കാര്യവാഹ വ്യക്തമാക്കുന്നത്. കേവലം ആഘോഷം എന്ന നിലയിലല്ല. RSS-നെ സംബന്ധിച്ച് ഒരിക്കലും അതതിൻ്റെ സ്ഥാപക ദിനം കോടിക്കണക്കിന് രൂപ മുടക്കിയുള്ള ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കാറില്ല. കാരണം
RSS സമൂഹത്തിൻ്റെ സംഘടനയാണ്. സമൂഹത്തിൽ ലയിച്ചു ചേർന്നിട്ടുള്ള, സമൂഹത്തിൻ്റെ പരിവർത്തനത്തിന് വേണ്ടി 100 വർഷം പ്രവർത്തിച്ചിട്ടുള്ള സംഘടനയാണ്. അതിനാൽ ആഘോഷം എന്നതിലുപരി സമൂഹ പരിവർത്തനം ലക്ഷ്യമിട്ടുള്ള പ്രത്യേക പദ്ധതികളാണ് നടത്തുന്നത്. അത് വലിയ തോതിലുള്ള സമ്പർക്ക യജ്ഞം, അതായത് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഓരോ പ്രാന്തിലും 3 ആഴ്ച നീണ്ടു നിൽക്കുന്ന സമ്പർക്ക യജ്ഞം നടക്കും. സമൂഹ പരിവർത്തനം ലക്ഷ്യമിട്ട് പ്രത്യേകിച്ച് പഞ്ചപരിവർത്തനം എന്ന ആശയവും അതുപോലെ തന്നെ സംഘത്തിൻ്റെ 100 വർഷത്തെ പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെ അത് ഈ രാഷ്ട്രത്തെ ഏകീകൃതമായി നിലനിർത്തുന്നതിൽ, അല്ലെങ്കിൽ ഒരു സംസ്കാരം ഒരു ദേശം എന്ന നിലയിൽ എങ്ങനെ ജനങ്ങളെ ഒരുമിപ്പിച്ചു, ഒപ്പം സ്വാതന്ത്ര്യ സമരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സംഘം നടത്തിയിട്ടുള്ള നിർണായക ഇടപെടൽ, ഇക്കാര്യങ്ങളൊക്കെ വിപുലമായി ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടുള്ള സമ്പർക്ക യജ്ഞമാണ് സംഘം ലക്ഷ്യമിടുന്നത്. ഒപ്പം മണ്ഡലം ബസ്തി അടിസ്ഥാനത്തിൽ ഹിന്ദു സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുമെന്നും സർക്കാരിവാഹ് വ്യക്തമാക്കി. ഒപ്പം യുവതലമുറയെ കൂടുതലായി സംഘത്തിലേക്ക് ആകർഷിക്കുവാനും രാഷ്ട്രത്തിൻ്റെ പുനർനിർമ്മാണ പ്രക്രിയയിലേക്ക്, അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ കൂടുതൽ ശോഭനമായുള്ള പ്രവർത്തനങ്ങളിലേക്ക് യുവാക്കളെ ആകർഷിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും പ്രത്യേക കൂട്ടായ്മകളും അതിനായി പ്രത്യേക സമ്മേളനങ്ങളും രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ 100ാം വർഷവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി നടക്കും എന്നും സർക്കാരിവാഹ് വ്യക്തമാക്കി. അനു. ശരി, ഗൗതം അനന്തനാരായണനാണ് വിവരങ്ങൾ നൽകിയത്. മതാധിഷ്ഠിത സംവരണം പാടില്ലെന്ന് സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ടെന്ന് RSS സർക്കാര്യവാഹ് ദത്താത്രേയ ഹൊസബളെ. ജാതി അധിഷ്ഠിത മനോനില മാറണം, സമൂഹത്തിൽ ആന്തരികമായ തിരുത്തലുകൾ അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. മണിപ്പൂരിലെ വിഷയം സർക്കാർ കാര്യക്ഷമമായി കൈകാര്യം ചെയ്തതായും അവിടുത്തെ ജനങ്ങൾ സമഭാവനയോടെ ജീവിക്കണമെന്നതാണ് RSSന്റെ താല്പര്യമെന്നും അദ്ദേഹം പറഞ്ഞു. വഖഫ് അധിനിവേശം ഒരു യാഥാർത്ഥ്യമാണെന്നും അത് വലിയ അപകടങ്ങൾ സൃഷ്ടിക്കുമെന്നും സർക്കാര്യവാഹ് ചൂണ്ടിക്കാട്ടി. EMSനെ തള്ളി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. EMS അല്ല, ആര് പറഞ്ഞാലും താൻ സാവർക്കറെ അംഗീകരിക്കില്ലെന്ന് MV ഗോവിന്ദൻ. സാവർക്കർ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ച വ്യക്തിയെന്നും ഗോവിന്ദൻ. സാവർക്കറെക്കുറിച്ച് EMS എഴുതിയ കാര്യങ്ങൾ ജനം TV ഓർമ്മപ്പെടുത്തിയപ്പോഴായിരുന്നു ഗോവിന്ദന്റെ പ്രതികരണം. സാവർക്കർ ദേശീയ പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അനുകൂലമായി നിലപാട് സ്വീകരിച്ച ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖനായ ഒരാളാണ്. അത്രേ ഞാൻ പറഞ്ഞു. EMSഉം എല്ലാവരും തന്നെയാണ്. പുത്രനൊക്കെ മഹാനം തന്നെ. അല്ലല്ല, ഒരാളും പറഞ്ഞിട്ടില്ല. അഥവാ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പില്ല. അതാ ഇല്ല. പറഞ്ഞ മനസ്സിലായില്ലേ? ഉടനെ EMSനൊക്കെ യോജിപ്പില്ല. SDPIക്ക് സംഭാവന നൽകിയവരെ സംബന്ധിച്ച് വിവരശേഖരണം ആരംഭിച്ച എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. സംഭാവന നൽകിയവർക്ക് മുൻകൂട്ടി പണം ലഭിച്ചതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് അന്വേഷണം. PFI അനധികൃതമായി സമാഹരിച്ച പണം വ്യക്തികളിലൂടെ സംഭാവനയായി ഉപയോഗിച്ചെന്ന് കണ്ടെത്തിയതോടെ SDPIക്കെതിരെ കടുത്ത നടപടിക്ക് ഒരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ. SDPIക്ക് ലഭിച്ച സംഭാവനകളിൽ അടിമുടി ദുരൂഹതയുണ്ടെന്ന് കണ്ടെത്തിയതോടെയാണ് SDPIക്കും നിരോധിത ഭീകര സംഘടന പോപ്പുലർ ഫ്രണ്ടിനും സംഭാവന നൽകിയവരെ സംബന്ധിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിവരശേഖരണം ആരംഭിച്ചത്. SDPIക്ക് സംഭാവന നൽകിയവർക്ക് മുൻകൂട്ടി പണം ലഭിച്ചു. പോപ്പുലർ ഫ്രണ്ട് അനധികൃതമായി സമാഹരിച്ച ഹവാല പണമാണ് ചില വ്യക്തികളിലൂടെയും സ്ഥാപനങ്ങളിലൂടെയും സംഭാവനയായി മാറ്റിയത്. ഇത്തരത്തിൽ സംഭാവന നൽകിയവരുടെ വിശദ വിവരങ്ങളാണ് EDയും ഒപ്പം ഇന്റലിജൻസ് ബ്യൂറോയും ശേഖരിക്കുന്നത്. നേരത്തെ അറസ്റ്റിലായ SDPI അഖിലേന്ത്യാ പ്രസിഡന്റ് മുഹമ്മദ് കുട്ടി ഫൈസിയെ ചോദ്യം ചെയ്തതിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ രാജ്യത്ത് വിവിധയിടങ്ങളിൽ ED പരിശോധന നടത്തിയിരുന്നു. ഈ പരിശോധനയിലാണ് സംഭാവന സ്വീകരിച്ചതിന്റെ വിശദാംശങ്ങൾ ലഭിച്ചത്. വിഷയത്തിൽ ആഭ്യന്തര മന്ത്രാലയത്തിന് നൽകുന്ന അന്വേഷണ റിപ്പോർട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനും നൽകും. SDPIയെ സാമ്പത്തികമായും ആശയപരമായും നിയന്ത്രിച്ചത് പോപ്പുലർ ഫ്രണ്ടാണെന്ന് ED നേരത്തെ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു. ജനം, ഡൽഹി. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ GDPയിൽ രാജ്യം കൈവരിച്ചത് അസാധാരണ നേട്ടം. 105% മൊത്ത ആഭ്യന്തര ഉൽപ്പാദനത്തിലെ വളർച്ച. രാജ്യത്തിന്റെ സാമ്പത്തിക മേഖലയിൽ നാഴികക്കല്ലായ കുതിപ്പ് കൂടിയാണ് ഇത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലക്ഷ്യബോധത്തോടെയുള്ള പദ്ധതികളും ആസൂത്രണവുമാണ് വളർച്ചയ്ക്ക് അടിത്തറയായത്. 2015-ൽ $2.1 ലക്ഷം കോടി ആയിരുന്ന GDP $4.3 ലക്ഷം കോടി ആയിട്ടാണ് 2025-ലേക്ക് എത്തിയപ്പോൾ ഉയർന്നത്. ഡിജിറ്റലൈസേഷനും സാമ്പത്തിക ഉൾച്ചേർക്കലും ഉൾപ്പെടെയുള്ള നടപടികൾ വളർച്ചയ്ക്ക് വഴിയൊരുക്കി.
സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി KCBC സർക്കുലർ. തുടർഭരണം നേടിവരുന്ന സർക്കാരുകൾ പണം കണ്ടെത്തുന്ന കുറുക്കു വഴിയാണ് മദ്യവിൽപ്പനയും മദ്യനിർമ്മാണവും. പ്രായപൂർത്തിയാകാത്തവരുടെ ഗുണ്ടാ സംഘങ്ങൾ ലഹരിയിൽ അക്രമം നടത്തുമ്പോൾ അധികാരികളുടെ കണ്ണ് അടഞ്ഞു തന്നെയാണെന്നും വിമർശനം. മദ്യവിരുദ്ധ ഞായറാഴ്ചയോടനുബന്ധിച്ച് പള്ളികളിൽ വായിക്കാൻ നൽകിയ സർക്കുലറിലാണ് വിമർശനം. തുടർഭരണം നേടിവരുന്ന സർക്കാരുകൾ പണം കണ്ടെത്തുന്ന കുറുക്കുവഴിയാണ് മദ്യവിൽപ്പനയും മദ്യനിർമ്മാണവും. നാടിനെ മദ്യലഹരിയിൽ മുക്കിക്കൊല്ലാൻ അണിയറ ശ്രമങ്ങൾ നടക്കുന്നു. ബാറുകളുടെയും ബീവറേജസ് ഔട്ട്ലെറ്റുകളുടെയും എണ്ണം വർദ്ധിപ്പിച്ചു. ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് പാലക്കാട് എളപ്പുള്ളിയിലെ ബ്രൂവറിക്ക് അനുമതി നൽകിയതെന്നുമാണ് സർക്കുലറിലെ വിമർശനം. ലഹരിക്കെതിരായ സർക്കാർ പദ്ധതികൾ പലതും ഫലം കാണുന്നില്ലെന്നും വിമർശനമുണ്ട്. സർക്കാരിന്റെ അമൃതം ആരോഗ്യം പദ്ധതിയിൽ 10 ലക്ഷം പേരാണ് പുകയില ഉപയോഗം മൂലമുള്ള രോഗങ്ങൾക്ക് ചികിത്സയ്ക്കായി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ രണ്ടാം ഘട്ടത്തിൽ 23 ലക്ഷം പേർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നാടിന്റെ മുക്കിലും മൂലയിലും ലഹരി വ്യാപിച്ചുവെന്നും KCBC ചൂണ്ടിക്കാണിക്കുന്നു. പ്രായപൂർത്തിയാകാത്തവരുടെ ഗുണ്ടാസംഘങ്ങൾ ലഹരിയിൽ ആക്രമണം നടത്തുമ്പോൾ അധികാരികളുടെ കണ്ണ് അടഞ്ഞു തന്നെയാണെന്നാണ് വിമർശനം. മദ്യ ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ഇന്ന് പള്ളികളിൽ വായിക്കാനാണ് സർക്കുലർ പുറത്തിറക്കിയത്. ഇതര സംസ്ഥാനത്ത് നിന്ന് കേരളത്തിൽ തൊഴിലിനെത്തുന്നവരെ സമ്പൂർണ്ണ പരിശോധനയ്ക്ക് വിധേയരാക്കണമെന്നും മദ്യവിരുദ്ധ സമിതി സർക്കുലറിൽ ആവശ്യപ്പെട്ടു. സ്കൂൾ, കോളേജ് തലങ്ങളിലും മതബോധന ക്ലാസുകളിലും ലഹരി വിരുദ്ധത പഠിപ്പിക്കണം. ലഹരി വിപത്തുകളെക്കുറിച്ച് സഭാവിശ്വാസികളും ബോധവാന്മാരാകണം. കേരളത്തിലെ മദ്യ ലാസലഹരി മാഫിയയെ അമർച്ച ചെയ്യാൻ എല്ലാവർക്കും ബാധ്യതയുണ്ടെന്ന് സർക്കുലറിൽ പറയുന്നു. ജനം, കൊച്ചി. സംസ്ഥാന സർക്കാരിനെതിരെ താമരശ്ശേരി രൂപതയുടെ സർക്കുലർ. ക്രൈസ്തവ സമുദായത്തിന്റെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നുവെന്നും ന്യൂനപക്ഷ സ്കോളർഷിപ്പിന്റെ കാര്യത്തിൽ അനീതിയുണ്ടെന്നുമാണ് സർക്കുലറിൽ പറയുന്നത്. ക്രൈസ്തവ സമുദായ അവകാശ പ്രഖ്യാപന റാലിയുടെ ഭാഗമായി പുറത്തിറക്കിയ സർക്കുലറിലാണ് വിവിധ വിഷയങ്ങളിൽ സംസ്ഥാന സർക്കാരിനെതിരെ വിമർശനം. സംസ്ഥാന സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനമാണ് താമരശ്ശേരി രൂപത പുറത്തിറക്കിയിരിക്കുന്ന സർക്കുലറിൽ ഉന്നയിച്ചിരിക്കുന്നത്. ക്രൈസ്തവ സമുദായത്തിന്റെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നു. ന്യൂനപക്ഷ സ്കോളർഷിപ്പിന്റെ കാര്യത്തിൽ അനീതിയുണ്ട് എന്ന് സർക്കുലറിൽ കൃത്യമായി പ്രതിപാദിക്കുന്നുണ്ട്. മാത്രമല്ല, കേരള പോലീസ് സംവിധാനത്തിന് നിയന്ത്രിക്കാൻ കഴിയാത്ത വിധത്തിൽ ലഹരി മാഫിയ കേരളത്തിൽ ശക്തമാകുന്നു എന്നും സർക്കുലറിൽ എടുത്തു പറയുന്നുണ്ട്. വനം വകുപ്പിനെതിരെയും കൃത്യമായ വിമർശനം താമരശ്ശേരി രൂപത ഉന്നയിക്കുന്നുണ്ട്. മനുഷ്യത്വരഹിതമായ കർശന വനനിയമങ്ങൾ കൊണ്ടുവരുന്നു. പരിസ്ഥിതി നിയമങ്ങളെ ദുരുപയോഗം ചെയ്യുന്നതായും ജസ്റ്റിസ് KB കോശി കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവരാത്തതിന് പിന്നിൽ സ്ഥാപിത താൽപര്യങ്ങളാണെന്നും താമരശ്ശേരി രൂപത ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഏപ്രിൽ 5 കോഴിക്കോട് മുതലക്കുളത്ത് ക്രൈസ്തവ സമുദായ അവകാശ പ്രഖ്യാപന റാലിയും പൊതുസമ്മേളനവും നടക്കുന്നതിന്റെ ഭാഗമായി പുറത്തിറക്കിയ സർക്കുലറിലാണ് വിവിധ വിഷയങ്ങളിൽ സംസ്ഥാന സർക്കാരിനെതിരെ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. ജനം, കോഴിക്കോട്. മയക്കുമരുന്നുകളുടെ വിപണനവും ഉപയോഗവും തടയുന്നതിനുള്ള ഓപ്പറേഷൻ ഡി ഹണ്ട് ആരംഭിച്ച് 1 മാസം പിന്നിടുമ്പോൾ 1000 കടന്ന കേസുകളുടെ എണ്ണം. ഇതുവരെ 7038 കേസുകളും 7307 അറസ്റ്റും രേഖപ്പെടുത്തി. കഴിഞ്ഞ ദിവസം മാത്രം സംസ്ഥാന വ്യാപകമായി നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിൽ മയക്കുമരുന്ന് വിൽപ്പനയിൽ ഏർപ്പെടുന്നതായി സംശയിക്കുന്ന 2288 പേരെയാണ് പരിശോധനയ്ക്ക് വിധേയമാക്കിയത്. ലഹരി വസ്തുക്കളുടെയും MDMA പോലുള്ള രാസലഹരി മരുന്നുകളുടെയും വിപണനവും ഉപയോഗവും തടയുന്നതിനും അതിലൂടെ ഉണ്ടാകുന്ന ക്രമസമാധാന പ്രശ്നങ്ങൾക്ക് അറുതി വരുത്തുന്നതിനുമാണ് സംസ്ഥാന പോലീസിന്റെ നേതൃത്വത്തിൽ ഓപ്പറേഷൻ ഡി ഹണ്ട് സ്പെഷ്യൽ ഡ്രൈവ് ആരംഭിച്ചത്. ഡ്രൈവ് 1 മാസം പിന്നിടുന്നു. സംസ്ഥാന വ്യാപകമായി 70,277 പേരെ ഈ കാലയളവിൽ പരിശോധനയ്ക്ക് വിധേയമാക്കി. 7038 കേസുകൾ രജിസ്റ്റർ ചെയ്തതിൽ 7307 പേരെ അറസ്റ്റ് ചെയ്തു. ഈ കേസുകളിൽ മാരക മയക്കുമരുന്നുകളായ MDMA, കഞ്ചാവ് ബീഡി എന്നീ ലഹരി വസ്തുക്കൾ പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മാത്രം സംസ്ഥാന വ്യാപകമായി നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിൽ മയക്കുമരുന്ന് വിൽപ്പനയിൽ ഏർപ്പെടുന്നതായി സംശയിക്കുന്ന 2288 പേരെ പരിശോധനയ്ക്ക് വിധേയമാക്കി. വിവിധ തരത്തിലുള്ള നിരോധിത മയക്കുമരുന്ന് കൈവശം വെച്ചതിന് 207 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 214 പേരാണ് അറസ്റ്റിലായത്. സ്ഥിരമായി മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ നടത്തുന്നവരുടെ ഡേറ്റാ ബാങ്ക് തയ്യാറാക്കി നിരന്തരമായി നിരീക്ഷണം നടത്തിവരികയാണ്. ഓപ്പറേഷൻ ഡി ഹണ്ട് വരും ദിവസങ്ങളിലും തുടരും. ക്രമസമാധാന ചുമതലയുള്ള ADGP മനോജ് എബ്രഹാമിന്റെ നേതൃത്വത്തിൽ റേഞ്ച് അടിസ്ഥാനത്തിലുള്ള NDPS കോർഡിനേഷൻ സെല്ലും ജില്ലാ പോലീസ് മേധാവിമാരും ചേർന്നാണ് ഓപ്പറേഷൻ ഡി ഹണ്ട് നടപ്പാക്കുന്നത്. ഈ സ്പെഷ്യൽ ഡ്രൈവ് തുടങ്ങിയ ശേഷം ലഹരി വസ്തുക്കളുടെ വിപണനവും ഉപയോഗവും വൻതോതിൽ കുറഞ്ഞിട്ടുണ്ട്. ജനം, തിരുവനന്തപുരം.
ലഹരിക്കെതിരെ കൊച്ചി നഗരത്തിൽ വ്യാപക പരിശോധനകളുമായി പോലീസ്. മയക്കുമരുന്ന് ഉപയോഗത്തിനും വിൽപ്പനയ്ക്കുമെതിരെ ഇന്നലെ അർദ്ധരാത്രി മുതൽ നടത്തിയ സ്പെഷ്യൽ കോമ്പിംഗ് ഓപ്പറേഷനിൽ 36 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ലഹരി മരുന്നിനായി വ്യാജ കുറിപ്പടികൾ ഉണ്ടാക്കി നൈട്രോസ്പാം ഗുളികകൾ വാങ്ങിക്കൂട്ടിയ കേസിൽ പറവൂരിൽ 2 പേർ പിടിയിലായി. ലഹരി ഇടപാടുകൾ കണ്ടെത്താൻ കൊച്ചി നഗരത്തിലും റൂറൽ മേഖലയിലും നിരീക്ഷണം ശക്തമാക്കിയിരുന്നു. മയക്കുമരുന്ന് വിൽപ്പനയ്ക്കും ഉപയോഗത്തിനുമെതിരെ 36 കേസുകളും മദ്യപിച്ച് വാഹനം ഓടിച്ചതിന് 191 കേസുകളും അബ്കാരി ആക്ട് പ്രകാരം 31 കേസുകളും രജിസ്റ്റർ ചെയ്തു. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യയുടെ നിർദ്ദേശപ്രകാരം DCPമാരായ അശ്വതി ജിജി, ജൂനപ്പടി മഹേഷ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധനകൾ. ഇനിയുള്ള ദിവസങ്ങളിലും പരിശോധനകൾ തുടരും. കഴിഞ്ഞയാഴ്ച പോലീസ് നടത്തിയ മിന്നൽ പരിശോധനയിൽ ലഹരി ഉപയോഗിച്ചവരും കടത്തിയവരുമടക്കം 300 പേർ പിടിയിലായിരുന്നു. 77ഓളം NDPS കേസുകളും രജിസ്റ്റർ ചെയ്തിരുന്നു. പൊതുസ്ഥലത്ത് മദ്യപിച്ചതിനും 2 പേർ പിടിയിലായിരുന്നു. എറണാകുളം റൂറൽ മേഖലയിലും പരിശോധനകൾ ശക്തമാണ്. ലഹരി മരുന്നിനായി വ്യാജ കുറിപ്പടികൾ ഉണ്ടാക്കി നൈട്രോസെപ്പാം ഗുളികകൾ വാങ്ങിക്കൂട്ടിയ 2 പേരാണ് വടക്കൻ പറവൂരിൽ അറസ്റ്റിലായത്. പറവൂർ സ്വദേശികളായ നിക്സൺ ദേവസ്യ, സനൂപ് വിജയൻ എന്നിവരായിരുന്നു പിടിയിലായത്. വ്യാജ ഡോക്ടറുടെ കുറിപ്പടികളും സീലും പിടിച്ചെടുത്തിട്ടുണ്ട്. ഡോക്ടർ അനൂപ് വിൻസെന്റ് എന്ന പേരിലാണ് കുറിപ്പടിയും സീലും ഉണ്ടാക്കിയത്. ഈ കുറിപ്പടികളും സീലും പിടിച്ചെടുത്തു. നൈട്രോസെപ്പാം ഗുളികകളുമായി നേരത്തെയും ലഹരി സംഘങ്ങൾ പിടിയിലായിട്ടുണ്ട്. ഡോക്ടർമാർ കുറിപ്പടിയിൽ നിർദ്ദേശിക്കാതെ ഈ ഗുളികകൾ വാങ്ങാനോ വിൽക്കാനോ പാടില്ല. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കിടയിലാണ് ലഹരി ഗുളികകളുടെ ഉപയോഗം കൂടുതൽ നടക്കുന്നത്. ജനം, കൊച്ചി. MDMA കടത്തിയ കേസിൽ പുതിയ വെളിപ്പെടുത്തൽ. കൊല്ലം നഗരത്തിലെ വിതരണക്കാരന് കൈമാറുന്നതിന് വേണ്ടിയാണ് അനില രവീന്ദ്രൻ ബംഗളൂരുവിൽ നിന്ന് MDMA എത്തിച്ചതെന്നാണ് വെളിപ്പെടുത്തൽ. വിദ്യാർത്ഥികളെ അടക്കം ലക്ഷ്യമിട്ടായിരുന്നു കച്ചവടമെന്നും പോലീസ് പറയുന്നു. യുവതിക്ക് ലഹരി മരുന്ന് വിൽപ്പന നടത്തിയയാളെയും ഇടനില നിന്നയാളെയും കണ്ടെത്താനും ശ്രമം ആരംഭിച്ചു. സാമ്പത്തിക വർഷാവസാനത്തോടെ ചെലവ് നിയന്ത്രിക്കാൻ കർശന നിർദ്ദേശങ്ങളുമായി ധനവകുപ്പ്. വാഹന ഉപയോഗം നിയന്ത്രിക്കണമെന്നും ഡ്രൈവർമാരെ പുനർവിന്യസിക്കണമെന്നും നിർദ്ദേശം. ഈ ഓഫീസ് സംവിധാനമുള്ള ഇടങ്ങളിൽ ഓഫീസ് അറ്റൻഡർ, ടൈപ്പിസ്റ്റ് തസ്തികകളിൽ കരാർ നിയമനം മാത്രം. പൊതു ചെലവുകൾ ബജറ്റ് വിഹിതത്തിൽ കൂടരുതെന്നും നിലവിൽ ആവശ്യമില്ലാത്ത പദ്ധതികൾ അവസാനിപ്പിക്കണമെന്നും സർക്കുലർ. ജനം, ബ്രേക്കിംഗ്. പരമാവധി കടമെടുത്തിട്ടും സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ കഴിയാതെ നിത്യനിദാന ചെലവുകൾക്ക് പണമില്ലാത്ത സാഹചര്യത്തിലാണ് ചെലവ് നിയന്ത്രണ നിർദ്ദേശങ്ങൾ സർക്കാർ പുറപ്പെടുവിച്ചത്. 9 നിർദ്ദേശങ്ങളാണ് ഉത്തരവിലുള്ളത്. വകുപ്പുകളും പൊതുമേഖലാ സ്ഥാപനങ്ങളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അടക്കം വാഹന ഉപയോഗം പരമാവധി നിയന്ത്രിക്കണമെന്നതാണ് ഒന്നാമത്തെ നിർദ്ദേശം. ഓഫീസ് ആവശ്യങ്ങൾക്കല്ലാതെയും ഓഫീസുകളുടെ പരിധിക്ക് പുറത്തും വാഹനം ഉപയോഗിച്ചാൽ അച്ചടക്ക നടപടിയും സ്വീകരിക്കും. വകുപ്പുകളിൽ വാഹനങ്ങളില്ലാത്തത് മൂലം ജോലിയില്ലാതെ തുടരുന്ന ഡ്രൈവർമാരെ കരാർ ഡ്രൈവർമാർക്ക് പകരമായി 1 മാസത്തിനുള്ളിൽ പുനർവിന്യസിക്കണം. പൊതുചെലവുകൾ ബജറ്റ് വിഹിതത്തിൽ കൂടരുത്. അധിക തുക അനുവദിക്കുന്നത് റീഅപ്രോപ്രിയേഷൻ വഴി മാത്രമായിരിക്കണം. സർക്കാർ പരിപാടികൾക്കായി ഓരോ വർഷവും വരുന്ന ചെലവുകൾ ബജറ്റ് വിഹിതത്തിന്റെ 50% കൂടാൻ പാടില്ല. ഗ്രാന്റ് ഇൻ എയ്ഡ് സ്ഥാപനങ്ങൾക്ക് നോൺ പ്ലാൻ ഗ്രാന്റ് വിഹിതം അനുവദിക്കുന്നത് റിസോഴ്സ് ഗ്യാപ്പ് നികത്താൻ മാത്രം. ഇത്തരം സ്ഥാപനങ്ങൾ സർക്കാർ ഗ്രാന്റുകൾ മാത്രം ആശ്രയിക്കാതെ സ്വന്തം നിലയ്ക്ക് വായ്പ കണ്ടെത്തണമെന്നും ഉത്തരവിൽ പറയുന്നു. വർഷങ്ങളായി തുടർന്നുകൊണ്ടിരിക്കുന്നതും നിലവിൽ ആവശ്യമില്ലാത്തതുമായ പദ്ധതികൾ 1 മാസത്തിനകം അവസാനിപ്പിക്കണം. ഈ ഓഫീസ് സംവിധാനമുള്ള ഓഫീസുകളിൽ അറ്റൻഡന്റ്, ടൈപ്പിസ്റ്റ് തസ്തികകളിൽ നിയമനം വളരെ അനിവാര്യമായ സാഹചര്യത്തിൽ മാത്രം മതിയെന്നാണ് മറ്റൊരു നിർദ്ദേശം. നിയമനങ്ങൾ കരാർ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കണമെന്നും ഉത്തരവിൽ പറയുന്നു. സേവനങ്ങൾക്ക് ഓൺലൈൻ പേയ്മെന്റിന് സൗകര്യമുള്ളതിനാൽ പരമ്പരാഗത കൗണ്ടർ സംവിധാനം അവസാനിപ്പിച്ച് ജീവനക്കാരെ മാതൃവകുപ്പുകളിലേക്ക് തിരികെ പ്രവേശിപ്പിക്കണം. നിലവിലുള്ള മറ്റ് നിയന്ത്രണങ്ങളും തുടരും. പ്രജിത് മോഹനൻ, ജനം, തിരുവനന്തപുരം. സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷന്റെ 1 ഗഡു കൂടി അനുവദിച്ചു. ഇതിനായി 817 കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. 62 ലക്ഷത്തോളം ഗുണഭോക്താക്കൾക്കാണ് 1600 രൂപ വീതം ലഭിക്കുന്നത്. വ്യാഴാഴ്ച മുതൽ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ ലഭിച്ചു തുടങ്ങും. തിരികെ വാർത്തകളിലേക്ക്. സംസ്ഥാന സാക്ഷരതാ മിഷന്റെ തുല്യതാ പഠിതാക്കൾക്കുള്ള പുസ്തകങ്ങൾ മഴയത്ത് നശിക്കുന്നു. മലപ്പുറം ടൗൺ ഹാളിന് പിറകുവശത്താണ് പുസ്തകങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്നത്. 6 ലക്ഷത്തോളം രൂപ മൂല്യമുള്ള പുസ്തകങ്ങളാണ് വിതരണം ചെയ്യാതെ നശിക്കുന്നത്. ഹയർ സെക്കൻഡറി തുല്യതാ പഠിതാക്കൾക്കുള്ള അക്കൗണ്ടൻസി, ബിസിനസ് സ്റ്റഡീസ്, ഗാന്ധിയൻ സ്റ്റഡീസ് തുടങ്ങിയ വിഷയങ്ങളുടെ പുസ്തകങ്ങൾ ആണ് മഴയും വെയിലുമേറ്റ് നശിക്കുന്നത്. ടൗൺ ഹാളിന് പിറകിൽ പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് മൂടിയ നിലയിലാണ് പുസ്തകം. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ വേനൽ മഴയിലും കാറ്റിലും ഷീറ്റ് കീറി പുസ്തകങ്ങൾ വെള്ളത്തിൽ കുതിർന്നിട്ടുണ്ട്. സുരക്ഷിതമായ ഇടത്ത് പുസ്തകം സൂക്ഷിക്കാത്തതാണ് നശിക്കാൻ കാരണം. ടൗൺ ഹാളിലെ ലൈബ്രറി കെട്ടിടത്തിലാണ് പുസ്തകം സൂക്ഷിച്ചിരിക്കുന്നത്. കെട്ടിടത്തിലെ അറ്റകുറ്റപ്പണികൾക്കായാണ് പുസ്തകം ഇവിടെ നിന്നും മാറ്റിയത്. കുറച്ച് പുസ്തകങ്ങൾ മറ്റൊരിടത്തേക്ക് മാറ്റിയിട്ടുണ്ട്.
പുസ്തകങ്ങൾ സൂക്ഷിക്കാൻ ഇടമില്ലാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം എന്നാണ് സാക്ഷരതാ മിഷന്റെ വിശദീകരണം. സാക്ഷരതാ മിഷന് കീഴിൽ പഠിക്കുന്ന നിരവധി പേർക്ക് പുസ്തകങ്ങൾ ലഭിക്കാത്ത സാഹചര്യത്തിലാണ് അച്ചടിച്ചു വന്ന പുസ്തകങ്ങൾ നശിക്കുന്നത്. നവസാക്ഷരർ, സ്കൂളിൽ നിന്ന് കൊഴിഞ്ഞു പോയവർ തുടങ്ങിയവർക്ക് അനൗപചാരിക വിദ്യാഭ്യാസം നൽകുന്ന പദ്ധതിയാണ് ഇങ്ങനെ അട്ടിമറിക്കപ്പെടുന്നത്. ജനം, മലപ്പുറം. കൊലക്കേസ് പ്രതിക്ക് അഭിവാദ്യവുമായി മുൻ പബ്ലിക് പ്രോസിക്യൂട്ടർ. തലശ്ശേരി കോടതിയിലെ മുൻ പബ്ലിക് പ്രോസിക്യൂട്ടർ ബിനീഷ ഹേമന്താണ് മുഴപ്പിലങ്ങാട് എളമ്പിലായി സൂരജ് വധക്കേസിൽ കോടതി തന്നെ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ ക്രിമിനലിന് അഭിവാദ്യം അർപ്പിച്ചിരിക്കുന്നത്. അതേസമയം ബിനീഷ പബ്ലിക് പ്രോസിക്യൂട്ടറായിരുന്ന കേസുകളിൽ നിഷ്പക്ഷമായാണോ പ്രവർത്തിച്ചിരുന്നതെന്ന് പരിശോധിക്കണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട്. തലശ്ശേരി കോടതിയിലെ മുൻ പബ്ലിക് പ്രോസിക്യൂട്ടർ ബിനീഷ ഹേമന്തയാണ് മുഴപ്പിലങ്ങാട് എളമ്പിലായി സൂരജ് വധക്കേസിൽ കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ മനോരാജ് നാരായണനെ സഹോദരൻ, പ്രിയപ്പെട്ടവൻ, കരുത്തായവൻ എന്നീ വാക്കുകൾ കൊണ്ട് അഭിസംബോധന ചെയ്തിരിക്കുന്നത്. സഖാവെ, ഇന്നല്ലെങ്കിൽ എപ്പോഴാണ് പോസ്റ്റ് ചെയ്യുക എന്ന അടിക്കുറിപ്പോടെ മനോരാജ് നാരായണന്റെ ഫോട്ടോ സഹിതമുള്ള കുറിപ്പാണ് ബിനീഷ സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ചിരിക്കുന്നത്. ബിനീഷ തലശ്ശേരി കോടതിയിൽ ഗവൺമെന്റ് പബ്ലിക് പ്രോസിക്യൂട്ടറായി ഹാജരായ RSS പ്രവർത്തകൻ മള്ളന്നൂരിലെ ബിജുവിനെ കൊല ചെയ്ത കേസിൽ 2018 ഡിസംബർ 12-നും കോടിയേരി മുഴിക്കര പ്രേമൻ വധക്കേസിൽ 2019 ആഗസ്റ്റ് 30-നും പിണറായി പൊട്ടൻപാറയിലെ സുരേഷ് വധക്കേസിൽ 2020 മാർച്ച് 30-നും പ്രതികളായ CPM പ്രവർത്തകരെ വെറുതെ വിട്ടിരുന്നു. കൊലപാതകിയെ പിന്തുണച്ച് രംഗത്ത് വന്നതിന് പിന്നാലെ ഇവർ പബ്ലിക് പ്രോസിക്യൂട്ടറായിരുന്ന കേസുകളിൽ CPM പ്രവർത്തകരെ വെറുതെ വിട്ടത് ചർച്ചയാവുന്നുണ്ട്. നിയമവിദഗ്ധരുമായി ആലോചിച്ച് ഈ കേസുകളിൽ തുടർ നടപടികൾ സ്വീകരിക്കാനാണ് ബന്ധുക്കളുടെ തീരുമാനം. ജനം, കണ്ണൂർ. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിൽ അഫാനെയും ബാപ്പയും ഒരുമിച്ചിരുത്തി പോലീസ് ചോദ്യം ചെയ്തു. കൂട്ടക്കൊലപാതകത്തിന് പിന്നിൽ സാമ്പത്തിക ബാധ്യത എന്നാണ് പോലീസ് പറയുന്നത്. കേസിൽ ഉടൻ തന്നെ കുറ്റപത്രം സമർപ്പിക്കും. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിൽ അഫാനെയും അച്ഛൻ റഹീമിനെയും പോലീസ് സംഘം ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തു. എല്ലാം തകർത്തു കളഞ്ഞില്ലേ എന്നാണ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് റഹീം അഫാനെ കണ്ടപ്പോൾ ചോദിച്ചത്. ഇതിന് ഉമ്മയും അനുജനും തെണ്ടുന്നത് കാണാൻ വയ്യെന്നായിരുന്നു അഫാന്റെ മറുപടി. കൂട്ടക്കൊലപാതകത്തിന് പിന്നിൽ വൻ സാമ്പത്തിക ബാധ്യതയെന്ന് പോലീസ്. ബാധ്യതയ്ക്ക് കാരണം അഫാന്റെയും ഉമ്മയുടെയും സാമ്പത്തിക അച്ചടക്കമില്ലായ്മ തന്നെയാണെന്നും പോലീസ് സ്ഥിരീകരിച്ചു. അഫാന്റെയോ അമ്മയുടെയോ കൈവശം 1 രൂപ പോലും ഉണ്ടായിരുന്നില്ല. കടത്തിൽ നിൽക്കുമ്പോഴും അഫാൻ 2 ലക്ഷം രൂപയുടെ ബൈക്ക് വാങ്ങി. കൊല നടന്ന ദിവസം 50,000 കടം തിരികെ നൽകാനുണ്ടായിരുന്നുവെന്നാണ് അഫാൻ പോലീസിന് നൽകിയ മൊഴി. കൊല നടക്കുന്നതിന് തലേ ദിവസം കാമുകി ഫർസാനയിൽ നിന്നും 200 രൂപ കടം വാങ്ങി. കടക്കാർ വരുന്നതിന് മുൻപാണ് കൊലപാതകങ്ങൾ ചെയ്തെന്നാണ് അഫാന്റെ മൊഴി. കേസിലുടൻ കുറ്റപത്രം സമർപ്പിക്കും. പ്രതിയെ സിനിമ സ്വാധീനിച്ചുവെന്ന പ്രചരണം തെറ്റെന്നും പോലീസ്. ജനം, തിരുവനന്തപുരം. ഇടുക്കി തൊടുപുഴയിൽ കൊല്ലപ്പെട്ട സാബു ജോസഫിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി. തലച്ചോറിനേറ്റ ക്ഷതമാണ് മരണകാരണം. കേസിലെ 1-ാം പ്രതിയും സാബുവിന്റെ ബിസിനസ് പങ്കാളിയുമായിരുന്ന ജോമോനെ കോടതി റിമാൻഡ് ചെയ്തു. മറ്റു 2 പ്രതികളുമായി സംഭവസ്ഥലത്ത് പോലീസ് തെളിവെടുപ്പും നടത്തി. SFI നേതാവ് അഭിമന്യുവിനെ PFI ഭീകരവാദികൾ കൊലപ്പെടുത്തിയ കേസിൽ സാക്ഷി വിസ്താരം ഏപ്രിൽ 5-ന് ആരംഭിക്കും. വിചാരണ നടപടികൾ സെപ്റ്റംബറിനകം പൂർത്തിയാക്കണമെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചിരുന്നു. 2018 സെപ്റ്റംബറിൽ കുറ്റപത്രം സമർപ്പിച്ച കേസിൽ 16 പേരാണ് പ്രതികൾ. 2018 ജൂലൈ 2-നായിരുന്നു എറണാകുളം മഹാരാജാസ് കോളേജിലെ SFI നേതാവ് അഭിമന്യുവിനെ PFI ക്യാമ്പസ് ഫ്രണ്ട് ഭീകരവാദി സംഘം കുത്തിക്കൊലപ്പെടുത്തിയത്. 2018 സെപ്റ്റംബറിൽ കുറ്റപത്രം സമർപ്പിച്ച കേസിൽ 16 പ്രതികളാണ് വിചാരണ നേരിടുന്നത്. 1500 പേജുള്ളതായിരുന്നു കുറ്റപത്രം. 125 സാക്ഷികളാണുള്ളത്. 2019 പ്രാഥമിക വിചാരണ ആരംഭിച്ചെങ്കിലും കോവിഡ് കാലത്ത് തടസ്സപ്പെട്ടു. പ്രധാന തെളിവുകൾ പലതും ഒളിപ്പിക്കപ്പെടുകയും നശിപ്പിക്കപ്പെടുകയും ചെയ്ത കേസിൽ സാക്ഷിമൊഴികൾ നിർണായകമാണ്. വിചാരണ നീണ്ടുപോകുന്നതിനിടെ കേസിലെ രേഖകൾ കോടതിയിൽ നിന്ന് അപ്രത്യക്ഷമായിരുന്നു. കുറ്റപത്രം അടക്കമുള്ള പ്രധാന രേഖകളായിരുന്നു വിചാരണ കോടതിയിൽ നിന്ന് നഷ്ടപ്പെട്ടിരുന്നത്. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം പുനഃസൃഷ്ടിച്ച രേഖകൾ പിന്നീട് കോടതിയിൽ സമർപ്പിച്ചു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, കാഷ്വാലിറ്റി രജിസ്റ്റർ, CRPC മൊഴികളും നഷ്ടപ്പെട്ടിരുന്നു. രേഖകൾ പുനഃസൃഷ്ടിച്ചെങ്കിലും രേഖകളുടെ ആധികാരികത വാദത്തിനിടെ പ്രതിഭാഗം ചോദ്യം ചെയ്തേക്കും. ചോരെഴുത്തിനെ ചൊല്ലിയുള്ള തർക്കത്തിലായിരുന്നു അഭിമന്യുവിനെ കുത്തിവീഴ്ത്തിയത്. ജനം, കൊച്ചി.
നവീൻ ബാബുവിനെതിരെ മുഖ്യമന്ത്രിക്ക് നൽകിയതായുള്ള വ്യാജ പരാതി സൃഷ്ടിച്ച പ്രശാന്തിനെതിരെ അന്വേഷണം നടത്തിയില്ലെന്ന് പോലീസ്. നവീൻ ബാബുവിനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയെന്ന് പറഞ്ഞ പ്രശാന്തൻ ഒരു വാർത്താ സമ്മേളനത്തിൽ അത് ഉയർത്തിക്കാട്ടുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് നവീൻ ബാബുവിനെതിരെ പരാതികളൊന്നും ലഭിച്ചില്ലെന്ന് വിവരാവകാശ മറുപടികൾ പുറത്തുവന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി അഭിഭാഷകനായ കുളത്തൂർ ജയ്സിംഗാണ് വ്യാജ പരാതി ആരോപണം സൃഷ്ടിച്ച പ്രശാന്തിനെതിരെ പോലീസിൽ പരാതി നൽകിയത്. കണ്ണൂർ മുൻ ADM ആയിരുന്ന നവീൻ ബാബു കൈക്കൂലി വാങ്ങിയെന്ന് കാണിച്ച് വ്യാജ പരാതി സൃഷ്ടിച്ചതുമായി ബന്ധപ്പെട്ട് ആർക്കെതിരെയും അന്വേഷണം നടത്തുകയോ നടപടി സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ലെന്ന പോലീസിന്റെ ഔദ്യോഗിക മറുപടി കത്താണ് പുറത്തു വന്നിരിക്കുന്നത്. പെട്രോൾ പമ്പിന്റെ അനുമതിക്കായുള്ള NOC ലഭിക്കാൻ നവീൻ ബാബു കൈക്കൂലി ആവശ്യപ്പെട്ടെന്നും അത് നൽകിയെന്നും അദ്ദേഹം മരിച്ച വിവരം പുറത്തു വന്നു. BJP കോർ കമ്മിറ്റി യോഗത്തിന് ശേഷം കെ സുരേന്ദ്രൻ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഔദ്യോഗികമായി പറയേണ്ടത് സംസ്ഥാന ഭരണാധികാരിയാണ്. ഒഫീഷ്യലി എനിക്ക് ഇത്തരം കാര്യങ്ങൾ പറയാനുള്ള ഞാൻ പറയേണ്ട ആളല്ല. റിട്ടേണിംഗ് ഓഫീസർ ശ്രീ നാരായണൻ നമ്പൂതിരി ഇന്നലെ നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ടുണ്ട്. ഇന്ന് 2 മണിക്കും 3 മണിക്കും ഇടയിൽ നാമനിർദ്ദേശ പത്രികകൾ സ്വീകരിക്കും. 4 മണിക്ക് സ്ക്രൂട്ടിനിയാണ്. നാളെയാണ് ഒഫീഷ്യലായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷൻ്റെ പ്രഖ്യാപനവും മറ്റും നടക്കുന്നത്. നാളെ വിപുലമായിട്ടുള്ള സംസ്ഥാന പ്രതിനിധി സമ്മേളനം വിളിച്ചിട്ടുണ്ട്. ഭാരതീയ ജനതാ പാർട്ടി മാത്രമാണ് ഇത്തരത്തിൽ സമയാസമയങ്ങളിൽ കൃത്യമായ ഇടവേളകളിൽ പാർട്ടിയുടെ ബൂത്ത് തലം മുതൽ അഖിലേന്ത്യാ തലം വരെയുള്ള പുനഃസംഘടന പൂർത്തിയാക്കുന്നത്. ഈ പ്രാവശ്യം കേരളത്തിൻ്റെ ഒരു പ്രത്യേകത ഏറ്റവും ആദ്യം, കാരണം ഇവിടെ ഉപതെരഞ്ഞെടുപ്പുകൾ അടക്കം ഉണ്ടായിട്ടും ഏറ്റവും ആദ്യം ബൂത്ത് തലം മുതൽ സംസ്ഥാന തലം ജില്ലാതലം വരെയുള്ള എല്ലാ സംഘടനാ തെരഞ്ഞെടുപ്പുകളും കൃത്യമായിട്ട് പൂർത്തിയാക്കാൻ കഴിഞ്ഞു. മാത്രമല്ല 14 ജില്ലകളുടെ എണ്ണം 30 വർദ്ധിപ്പിച്ചിട്ടും വളരെ സുഗമമായി ജനാധിപത്യപരമായി എല്ലാവരോടും ആശയവിനിമയം നടത്തി ജില്ലാതലം വരെയുള്ള സംഘടനാ തെരഞ്ഞെടുപ്പുകൾ പൂർത്തിയാക്കി. ഇനി ഒരെണ്ണം മാത്രമാണ് അവശേഷിക്കുന്നത്, സംസ്ഥാന അധ്യക്ഷൻ്റെ തെരഞ്ഞെടുപ്പ്. അത് നാളെ ഉച്ചയോടുകൂടി അതിനും പരിസമാപ്തിയാവും. അതുകൊണ്ട് കേരളത്തിൽ ഇത്രയും സിസ്റ്റമാറ്റിക്കായിട്ട് ഇത്രയും പ്രവർത്തകരെ, ലക്ഷക്കണക്കിന് പ്രവർത്തകരെ ഇൻവോൾവ് ചെയ്യിപ്പിച്ചുകൊണ്ട് ഒരു പ്രോസസ്സ് നടത്തിയത് ഞങ്ങൾ മാത്രമാണ്. കോൺഗ്രസിലെല്ലാം നോമിനേഷൻസാണ്, CPM-ലാണെങ്കിൽ എല്ലാം ഒരു പാനൽ അവതരണമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വിശദമായിട്ടുള്ള ചർച്ചകൾ നടത്തി നാമനിർദ്ദേശ പത്രികകൾ സ്വീകരിച്ച് ബൂത്ത് തലം മുതൽ അഖിലേന്ത്യാ തലം വരെ സംഘടനാ തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കുന്ന ഒരു പാർട്ടിയാണ്. അല്ല, എത്ര പേർക്ക് വേണമെങ്കിലും നോമിനേഷൻ കൊടുക്കാം. ഞങ്ങളെ പാർട്ടിക്കകത്ത് പ്രസിഡന്റിനെയും 30 നാഷണൽ കൗൺസിൽ അംഗങ്ങളെയും തിരഞ്ഞെടുക്കാനുള്ള സംഘടനാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രോസസ്സാണ്. അതിലിടപെടാൻ എനിക്ക് അവകാശമില്ല. അല്ല, അതൊക്കെ നാളെ എൻ്റെ ചടങ്ങിൽ ഞാൻ വിശദമായിട്ട് പറയും ആ കാര്യങ്ങൾ. ഇന്നേ അത് പറയേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് സംഘടനാ തെരഞ്ഞെടുപ്പ് പൂർത്തിയായതിനു ശേഷം വിശദമായിട്ട് നാളത്തെ യോഗത്തിൽ പുതിയ പ്രസിഡന്റും പഴയ പ്രസിഡന്റും നാളത്തെ യോഗത്തിൽ സംസാരിക്കും. അല്ല, ഞങ്ങളെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ, കൃത്യമായ ഇടവേളകളിൽ ഞാൻ തന്നെ പുതിയ പ്രസിഡന്റായത് സംഘടനാ തെരഞ്ഞെടുപ്പിലൂടെ ഈ 5 വർഷത്തെ മാറുന്നതിലൂടെയാണല്ലോ. അപ്പോൾ ഞങ്ങളെ പാർട്ടിക്കകത്ത് അങ്ങനെയുള്ള മാറ്റങ്ങളുണ്ട്. അതിനെ ഞങ്ങൾ എപ്പോഴും സ്വാഗതം ചെയ്തിട്ടേ ഉള്ളൂ. അല്ല, ഞാൻ പറഞ്ഞില്ല, ആ പ്രോസസ്സിനെ പറ്റി എനിക്ക് പറയാനുള്ള അവകാശമില്ല. അതുകൊണ്ട് ഞാൻ നാളെ പറയാം. പൂർത്തിയാക്കിയതിന് ശേഷം നമുക്ക് വിശദമായിട്ട് കളമശ്ശേരി പോളിടെക്നിക്കിൽ കഞ്ചാവ് പിടികൂടിയ സംഭവത്തിൽ പ്രതികളായ വിദ്യാർത്ഥികളെ പരീക്ഷ എഴുതിപ്പിക്കുന്നതിനെതിരെ പ്രതിഷേധവുമായി വിദ്യാർത്ഥി സംഘടനകൾ. പ്രതികൾക്ക് പരീക്ഷ എഴുതാൻ അവസരം നൽകിയാൽ അത് തെറ്റായ കീഴ്വഴക്കമായി മാറുമെന്ന് വിദ്യാർത്ഥി സംഘടനകൾ പ്രതികരിച്ചു. വരുന്ന 25-നാണ് കളമശ്ശേരി പോളിടെക്നിക്കിൽ പരീക്ഷ ആരംഭിക്കുന്നത്. കോളേജ് യൂണിയൻ ജനറൽ സെക്രട്ടറിയായ അഭിരാജ് അടക്കം കഞ്ചാവ് കേസിൽ പ്രതികളായ വിദ്യാർത്ഥികൾക്കും പരീക്ഷ ആരംഭിക്കുന്നത് അന്നാണ്. കോളേജ് അധികൃതർ ആഭ്യന്തര അന്വേഷണം നടത്തുന്നുണ്ടെങ്കിലും പ്രതികളായ വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതുന്നതിൽ തടസ്സമില്ലെന്ന നിലപാടാണ് കോളേജിന്. എന്നാൽ കഞ്ചാവ് കേസിലെ പ്രതികളായ വിദ്യാർത്ഥികളെ പരീക്ഷ എഴുതാൻ അനുവദിക്കുന്നത് തെറ്റായ സന്ദേശമായിരിക്കും പൊതുസമൂഹത്തിന് നൽകുക എന്ന നിലപാടാണ് ABVP അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകൾക്ക്. ഇവരെ പരീക്ഷ എഴുതാൻ അനുവദിക്കരുതെന്നാണ് KUCയുടെയും നിലപാട്. അതേസമയം റിമാൻഡിൽ കഴിയുന്ന അനുരാജ്, ആകാശ് എന്നിവർക്ക് പരീക്ഷ എഴുതുന്നതിലേക്ക് അനുമതി ലഭിക്കുമോ എന്നുള്ള കാര്യവും സംശയമാണ്.
ജനം, കൊച്ചി. സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം രൂപീകരിച്ച പുതിയ മേൽനോട്ട സമിതി മുല്ലപ്പെരിയാർ ഡാം സന്ദർശിച്ചു. ദേശീയ അണക്കെട്ട് സുരക്ഷാ അതോറിറ്റി ചെയർമാൻ അനിൽ ജെയിനാണ് സന്ദർശനം നടത്തിയത്. അതേസമയം മുല്ലപ്പെരിയാറിലെ ബേബി ഡാമിന്റെ അറ്റകുറ്റപ്പണികൾക്കായി മരങ്ങൾ മുറിക്കാൻ അനുവദിക്കണമെന്ന ആവശ്യവുമായി വീണ്ടും തമിഴ്നാട് സർക്കാർ രംഗത്തെത്തി. ബോട്ട് മാർഗം അണക്കെട്ടിലെത്തിയ സമിതി അംഗങ്ങൾ പ്രധാന അണക്കെട്ട്, ബേബി ഡാം, ഗ്യാലറി, സ്പിൽവേ എന്നിവിടങ്ങളിലെല്ലാം പരിശോധന നടത്തി. റോഡ് മാർഗമാണ് സംഘം തിരിച്ചെത്തിയത്. കാലവർഷത്തിനു മുമ്പും മഴക്കാലത്തും ഡാം സുരക്ഷ സംബന്ധിച്ച നടപടികൾ സ്വീകരിക്കേണ്ടത് ഈ സമിതിയുടെ നേതൃത്വത്തിലാണ്. തുടർന്ന് നടന്ന യോഗത്തിൽ മുല്ലപ്പെരിയാർ ഡാമിന്റെ ഭാഗമായ ബേബി ഡാം ബലപ്പെടുത്താൻ മരങ്ങൾ മുറിച്ചു നീക്കാൻ അനുമതി വേണമെന്ന കാലങ്ങൾ നീണ്ട ആവശ്യം തമിഴ്നാട് വീണ്ടും ഉന്നയിച്ചു. വനം വകുപ്പിന്റെ പരിവേഷ് പോർട്ടൽ വഴി വീണ്ടും അപേക്ഷ നൽകണമെന്ന് മേൽനോട്ട സമിതി അംഗങ്ങളായ സംസ്ഥാന ജലവിഭവ വകുപ്പ് ഉദ്യോഗസ്ഥർ നിലപാടെടുത്തു. 2021 15 മരങ്ങൾ മുറിക്കാൻ സംസ്ഥാന വനംവകുപ്പ് അനുമതി നൽകിയിരുന്നുവെങ്കിലും വിവാദമായതിനെ തുടർന്ന് ഉത്തരവ് പിൻവലിക്കുകയായിരുന്നു. ബേബി ഡാം അറ്റകുറ്റപ്പണി നടത്തിയ ശേഷം ജലനിരപ്പ് 152 അടിയാക്കാനാണ് തമിഴ്നാടിന്റെ നീക്കം. വള്ളക്കടവിൽ നിന്നും പെരിയാർ കടുവ സങ്കേതത്തിലൂടെയുള്ള റോഡ് ടാറിംഗ് നടത്തണമെന്ന ആവശ്യവും പതിവ് പോലെ തമിഴ്നാട് മുമ്പോട്ട് വച്ചെങ്കിലും കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി വേണമെന്ന് കേരളം അറിയിച്ചു. ഇരു സംസ്ഥാനങ്ങളും യോഗത്തിൽ ഉന്നയിച്ച ആവശ്യങ്ങൾ പഠിച്ച ശേഷം തീരുമാനമെടുക്കുമെന്ന് അധ്യക്ഷൻ പറഞ്ഞു. So today's water level was also low. So as per visual examination, things are not in a bad shape. കേരള പ്രതിനിധികളായ ദുരന്ത നിവാരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ടിങ്കു ബിസ്വാൾ, ജലസേചന വകുപ്പ് ചീഫ് എഞ്ചിനീയർ ആർ പ്രിയേഷ്, തമിഴ്നാട് പ്രതിനിധികളായി ജലവിഭവ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി മാംഗഡ് റാം ശർമ്മ, കാവേരി ടെക്നിക്കൽ കമ്മിറ്റി സെൽ ചെയർമാൻ ആർ സുബ്രഹ്മണ്യൻ എന്നിവരും ഇരു സംസ്ഥാനങ്ങളിലെയും ജലവിഭവ വകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥരും പരിശോധനയിലും യോഗത്തിലും പങ്കെടുത്തു. ജനം, ഇടുക്കി. ഫിറ്റ് ഇന്ത്യ പരിപാടിയുടെ ഭാഗമായി സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ സംഘടിപ്പിച്ച സൈക്കിൾ റാലിയിൽ കേന്ദ്ര കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യ പങ്കെടുത്തു. സൺഡേ ഓൺ സൈക്കിൾ രാജ്യത്ത് ജനങ്ങൾ വലിയ തോതിൽ ഏറ്റെടുത്ത് കഴിഞ്ഞതായി മൻസുഖ് മാണ്ഡവ്യ പറഞ്ഞു. ലക്നൌവിൽ നടന്ന പരിപാടിയിൽ ഉത്തർപ്രദേശ് മന്ത്രി ഗിരീഷ് ചന്ദ്ര യാദവും പങ്കെടുത്തു. फिट इंडिया मूवमेंट में हर वीक संडे ऑन साइकिल समग्र देश में एक मूवमेंट के रूप में चल पड़ा है. देश के युवा, देश के बुजुर्ग, देश के सब लोग संडे 1 घंटे के लिए अपने स्वयं को फिट रखने के लिए साइकिलिंग करते हैं. मैं भी आज लखनऊ में मेरे राज्य के साथी स्पोर्ट्स मिनिस्टर गिरीश यादव जी के साथ 1000 युवाओं के साथ लखनऊ में साइकिलिंग करके ओबेसिटी के अगेंस्ट साइकिलिंग करके अपने स्वयं को फिट रखने के लिए संदेश दिया है. साइकिल पोल्यूशन का सॉल्यूशन भी है. साइकिल फिट रहने का मंत्र है. साइकिलिंग से मेंटली और फिजिकली फिटनेस भी बढ़ती है. साइकिलिंग से फ्यूल की बचत होती है और हमारा विदेशी हुडियामन भी बचता है. इसलिए मैं देश के सभी नागरिक को आह्वान करता हूँ कि हर संडे 1 घंटे के लिए साइकिलिंग करें और अपने स्वयं को फिट रखें. ഫിറ്റ് ഇന്ത്യ റൺ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയവർക്കൊപ്പം മത്സരിച്ച് പുഷപ്പ് എടുത്ത ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി. ഉത്തരാഖണ്ഡ് സർക്കാരിന്റെ 3ാം വാർഷികവുമായി ബന്ധപ്പെട്ട് ഡെറാഡൂണിലെ മഹാറാണ പ്രതാപ് സ്പോർട്സ് കോളേജിൽ നടന്ന പരിപാടി ഫ്ലാഗ് ഓഫ് ചെയ്യാൻ എത്തിയതായിരുന്നു മുഖ്യമന്ത്രി. ഫിറ്റ് ഇന്ത്യ പ്രതിജ്ഞയും മുഖ്യമന്ത്രി ചൊല്ലിക്കൊടുത്തു. എല്ലാ പൗരന്മാരും ആരോഗ്യത്തോടെ ഇരിക്കണമെന്ന പ്രധാനമന്ത്രിയുടെ ആശയം പ്രാവർത്തികമാക്കാൻ പ്രയത്നിക്കുമെന്ന് പുഷ്കർ സിംഗ് ധാമി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ഇതിന്റെ ഭാഗമായിട്ടാണ് പരിപാടി സംഘടിപ്പിച്ചത്. വെടിനിർത്തൽ നടപ്പിലാക്കുന്ന വേളയിൽ യുക്രൈനിൽ അന്താരാഷ്ട്ര സമാധാന സേനയെ നിയോഗിക്കണമെന്ന നിർദ്ദേശം തള്ളി ഡൊണാൾഡ് ട്രംപിന്റെ പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ ആണ് നിർദ്ദേശം മുന്നോട്ട് വച്ചത്. വ്ളാഡിമിർ പുടിൻ സമർത്ഥനായ നേതാവെന്നും സ്റ്റീവ് വിറ്റ്കോഫ് പറഞ്ഞു. അന്താരാഷ്ട്ര മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് വിറ്റ്കോഫ് നിലപാടുകൾ വ്യക്തമാക്കിയത്. ഗോരക്ഷാ സംരക്ഷണത്തിന്റെ സന്ദേശവുമായുള്ള
പദയാത്രയ്ക്ക് തലസ്ഥാനത്ത് വൻ സ്വീകരണം. അഖില ഭാരത ഗാവ് സേവ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ബാലകൃഷ്ണ ഗുരുസ്വാമിയാണ് പദയാത്രയ്ക്ക് നേതൃത്വം നൽകുന്നത്. പോത്തൻകോട് ശാന്തിഗിരി ആശ്രമത്തിലും നെയ്യാറ്റിൻകരയിലും സ്വീകരണം ഏറ്റുവാങ്ങി. കശ്മീരിൽ നിന്ന് ആരംഭിച്ച കന്യാകുമാരി വരെയാണ് ഗോരക്ഷാ പദയാത്ര. ഗോരക്ഷാ പദയാത്ര നെയ്യാറ്റിൻകരയിലെത്തി. 14 സംസ്ഥാനങ്ങളിലൂടെ കടന്നുപോകുന്ന ഈ മഹായാത്ര ശ്രീനഗറിൽ നിന്നും ആരംഭിച്ച് കന്യാകുമാരിയിൽ സമാപിക്കും. ബാലകൃഷ്ണ ഗുരുസ്വാമിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന യാത്രയിൽ നിരവധി ഗോരക്ഷാ പ്രവർത്തകരും ആരോഗ്യ വിദഗ്ധരും പങ്കുചേരുന്നു. ये पृथ्वी को बचाना बोले तो गाय के गोबर, गाय का मूत्र ही बचा सकता है. हम रामायण महाभारत काल से ये धरती पर कल्टीवेशन एग्रीकल्चर कर रहे. ये पूरा धरती जो है पेस्टिसाइड से भरा हुआ है. Consuming the food is very harmful to our health. This is the awareness program from Kashmir to Kanyakumari. 2024 സെപ്റ്റംബർ 27 ശ്രീനഗർ ആദിശങ്കരാചാര്യ ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച ഗോരക്ഷാ പദയാത്ര നാടൻ പശുക്കളുടെ പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ലക്ഷ്യമിടുന്നത്. കേരളത്തിൽ എത്തിച്ചേർന്ന പദയാത്രയ്ക്ക് നെയ്യാറ്റിൻകരയിലും പോത്തൻകോട് ശാന്തിഗിരി ആശ്രമത്തിലും വലിയ സ്വീകരണമാണ് ലഭിച്ചത്. ചരിത്രത്തിലാദ്യമായി പൂങ്കന്നൂർ ഇനത്തിൽപ്പെട്ട നാടൻ പശുവും ഈ പദയാത്രയുടെ പ്രധാന ആകർഷണമായി. നാടൻ പശുക്കളുടെ സംരക്ഷണം ദേശീയ നയമാക്കണമെന്നതിന് വേണ്ടിയുള്ള ബോധവൽക്കരണമാണ് ഈ യാത്ര. 2025 മാർച്ച് 27 കന്യാകുമാരിയിലെ വിവേകാനന്ദ മണ്ഡപത്തിൽ സമാപിക്കാനിരിക്കുന്ന ഈ മഹായാത്ര 14 സംസ്ഥാനങ്ങളിലൂടെ 4900 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഒരു ചരിത്രയാത്രയാകും. ജനം, തിരുവനന്തപുരം. BJP സംസ്ഥാന അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നതിന് മുന്നോടിയായി ചേർന്ന കോർ കമ്മിറ്റി യോഗം തിരുവനന്തപുരത്ത് സമാപിച്ചു. അല്പസമയത്തിനകം നാമനിർദ്ദേശ പത്രിക നൽകും. വൈകിട്ടാണ് സൂക്ഷ്മ പരിശോധന. നാളെയാണ് ഔദ്യോഗിക പ്രഖ്യാപനം. വിനീഷ് വിവരങ്ങളുമായി ചേരുന്നു. വിനീഷ്, വിശദാംശങ്ങൾ. നിലവിൽ BJPയുടെ സംസ്ഥാന കോർ കമ്മിറ്റി യോഗം ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ്. പ്രധാനമായും BJPയുടെ സംസ്ഥാന അധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും ഒപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സംഘടനാ തല പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കോർ കമ്മിറ്റി യോഗത്തിൽ ചർച്ചയായി. പ്രധാന അജണ്ട എന്ന് പറയുന്നത് സംസ്ഥാന അധ്യക്ഷ പദത്തെ സംബന്ധിച്ചുള്ള ചർച്ചയായിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടന്നു കഴിഞ്ഞിരിക്കുന്നു. കേന്ദ്ര നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സംസ്ഥാന കോർ കമ്മിറ്റിയിൽ ഉയർന്ന ആ ഒരു പേര്, അത് കേന്ദ്ര നേതൃത്വത്തെ നിലവിൽ സംസ്ഥാന അധ്യക്ഷന്റെ പദവിയെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ അത് കേന്ദ്ര നേതൃത്വത്തെ സംസ്ഥാന കോർ കമ്മിറ്റി യോഗം അറിയിച്ചിരിക്കുകയാണ്. ഇനി അടുത്തതായുള്ള BJPയുടെ സംഘടനാ തലത്തിലുള്ള ഒരു പ്രധാന ക്രമം എന്ന് നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നിടത്ത് നോമിനേഷൻ നൽകാനുള്ള ഒരു 2 മണിയോടുകൂടി തന്നെ ആരാണോ സംസ്ഥാന അധ്യക്ഷ പദത്തിലേക്ക് മത്സരിക്കുന്ന ആളുകൾ അവരുടെ നോമിനേഷൻ തലത്തിലേക്ക് കാര്യങ്ങൾ കടക്കും. നിലവിലെ സാഹചര്യത്തിൽ സംസ്ഥാന കോർ കമ്മിറ്റി നിലവിൽ രാജീവ് ചന്ദ്രശേഖരനെ സംസ്ഥാന അധ്യക്ഷതയിലേക്ക് എത്തിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് സംസ്ഥാന കോർ കമ്മിറ്റി എത്തിയിരിക്കുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതൊരു അന്തിമമായ തീരുമാനമല്ല. സംസ്ഥാന കോർ കമ്മിറ്റിയിൽ അത്തരത്തിലുള്ളൊരു തീരുമാനം അത്തരത്തിലുള്ള ഒരു ചർച്ച ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ കേന്ദ്ര കമ്മിറ്റിയാണ്, കേന്ദ്ര നേതൃത്വമാണ് ഇതിൽ അടിസ്ഥാനപരമായും അന്തിമമായ ഒരു തീരുമാനം കൈക്കൊണ്ടേണ്ടത്. ഒപ്പം തന്നെ നാമനിർദ്ദേശ പത്രിക അല്പസമയത്തിനകം തന്നെ സംസ്ഥാന കാര്യാലയത്തിൽ BJPയുടെ സംസ്ഥാന ഓഫീസിലെത്തി നാമനിർദ്ദേശ പത്രിക രാജീവ് ചന്ദ്രശേഖരൻ നൽകും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതിനുശേഷം സൂക്ഷ്മ പരിശോധന നടക്കും. അതിനുശേഷമായിരിക്കും സംഘടനാ തലത്തിലുള്ള ഒരു പ്രഖ്യാപനം നാളെ ഉച്ചയോടുകൂടി തന്നെ ഉണ്ടാകും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ BJPയുടെ ഐക്യകണ്ഠേനുള്ള ഒരു തീരുമാനം കോർ കമ്മിറ്റി യോഗത്തിൽ ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു ആൾ മാത്രമായിരിക്കും നിലവിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖരനായിരിക്കും നാമനിർദ്ദേശക പത്രിക സമർപ്പിക്കുക. ബാക്കി ഇനി പ്രഖ്യാപനത്തിലേക്ക് മാത്രം കാര്യങ്ങൾ കടന്നാൽ മതി എന്ന തരത്തിലേക്ക് തന്നെയാണ് BJP സംസ്ഥാന അധ്യക്ഷനെ ചൊല്ലിയുള്ള കാര്യത്തിലുള്ള അന്തിമമായ തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ദേശീയ നേതൃത്വം ഇനി ഇക്കാര്യത്തിൽ ഒരു അന്തിമമായ തീരുമാനം കൈക്കൊള്ളേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ദേശീയ നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള അന്തിമ തീരുമാനം നാളെ ഉച്ചയോടുകൂടി തന്നെ ഉണ്ടാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി വിനീഷ. ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ യോഗ്യത നേടിയതിന്റെ സന്തോഷത്തിലാണ് ആലപ്പുഴ മണ്ണഞ്ചേരി സ്വദേശിയായ 2ാം ക്ലാസ്സുകാരൻ നെയ്തൽ ഡി അൻസേര.
പ്രായം കുറഞ്ഞ ലോക ചാമ്പ്യൻ ആവുക എന്നൊരു സ്വപ്നം കൂടി സഫലമാക്കാനുണ്ട് നെയ്തലിന്. ഏപ്രിൽ 12 മുതൽ 18 വരെ ഗ്രീസിൽ സംഘടിപ്പിക്കുന്ന ലോക ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ പോകുന്നതിന്റെ സന്തോഷത്തിലാണ് നെയ്തൽ. ചെസ് എന്നാൽ ഒരു സബരിയാണ് ഈ 7 വയസ്സുകാരന്. ചടുലമായ നീക്കത്തിലൂടെ എതിരാളിയെ തറ പറ്റിക്കുന്ന മിടുക്ക്. വീട്ടിൽ ചേട്ടൻ നിർമ്മലുമൊത്ത് തുടങ്ങിയ കളികൾ, പിന്നീട് ചേട്ടനെ കളിയിൽ തോൽപ്പിച്ചു തുടങ്ങി നെയ്തൽ. 2024 ജില്ലാ ചാമ്പ്യനും സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിൽ 3ാം സ്ഥാനക്കാരനുമായിരുന്നു. മൈസൂരുവിൽ നടന്ന അഖിലേന്ത്യാ ചാമ്പ്യൻഷിപ്പിലും നെയ്തൽ പങ്കെടുത്തു. മൈസൂരുവിലെ പ്രകടനമാണ് ലോക ചെസ് ചാമ്പ്യൻഷിപ്പിലേക്ക് നെയ്തൽ ഡി അൻസേരയെ എത്തിച്ചത്. ഞാൻ കുറേ സ്റ്റേറ്റ്സിലും ഡിസ്ട്രിക്റ്റിലും പോയിട്ടുണ്ട്. പ്രൈസൊക്കെ കുറേ എണ്ണം ഇരിപ്പുണ്ട്. ഞാൻ ഏപ്രിൽ 12 തൊട്ട് 18 വരെ ഗ്രീസിലുള്ള വേൾഡ് ചാമ്പ്യൻഷിപ്പ് ബ്ലിക്സ് ആൻഡ് റാപ്പിഡ് കളിക്കാൻ പോവാണ്. ചെസ് കളിയോടുള്ള നെയ്തലിന്റെ താല്പര്യവും കഴിവും മനസ്സിലാക്കിയതോടെ അച്ഛൻ ധീരേഷും അമ്മ സിമിയും മകന്റെ ആഗ്രഹങ്ങൾക്കൊപ്പം സഞ്ചരിച്ചു തുടങ്ങി. 6 വയസ്സ് കഴിഞ്ഞപ്പോൾ മൂത്ത ആളിനെ അച്ഛൻ പഠിപ്പിച്ചു. അവർ കളിക്കുന്നത് കണ്ടിട്ടാണ് ഇവനും ആദ്യമായിട്ട് അതിൻ്റെ ഒരു താല്പര്യം പറഞ്ഞത്. പിന്നെ ചേട്ടനുമായിട്ട് തന്നെയായിരുന്നു ആദ്യം ചെസ്സ് കളിച്ചുകൊണ്ടിരുന്നത്. ചേട്ടനും അച്ഛനും രണ്ടുപേരുടെയും കൂടെ കളിച്ചിരുന്നു. കുറച്ചങ്ങ് തന്നെ പഠിച്ച ശേഷം മൂത്താളെ തോൽപ്പിക്കാൻ തുടങ്ങി ഇളയാൾ. അങ്ങനെയാണ് ഞങ്ങൾ ഇവന് ഒരു ടാലൻ്റ് ഉണ്ടെന്ന് ആദ്യമായിട്ട് മനസ്സിലാക്കിയത്. അതിനുശേഷം ഇവിടെ അടുത്തൊരു അക്കാഡമിയിൽ ആദ്യം മോനെ കൊണ്ട് ചെന്നപ്പോഴേക്കും അവിടുത്തെ സാറ് കുറേയധികം ചെസ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചതെല്ലാം കോയിൻസിൻ്റെ എണ്ണം, കോയിൻസിൻ്റെ മൂവ്മെൻറ്റ് ഒക്കെ തന്നെ പറഞ്ഞവൻ. അപ്പോൾ അവിടുത്തെ സാറ് തന്നെ പറഞ്ഞു ഇവന് നല്ല ടാലൻ്റ് ഉണ്ട്, നിങ്ങളത് മുന്നോട്ട് കൊണ്ടുപോകണം. അങ്ങനെ കളിക്കാൻ തുടങ്ങിയ ശേഷം ആദ്യം സ്കൂളിൽ നിന്നൊരു കോമ്പറ്റീഷന് പോയ അപ്പം തന്നെ നല്ല രീതിയിൽ അവൻ പെർഫോം ചെയ്തു. ജില്ലാ, സംസ്ഥാന, അഖിലേന്ത്യാ തലത്തിൽ 20-ലധികം ടൂർണമെന്റുകളിൽ കിരീട നേട്ടം കൈവരിച്ചിട്ടുണ്ട് ഈ 7 വയസ്സുകാരൻ. ആലപ്പുഴ തുമ്പോളി മാതാ സ്കൂളിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് നെയ്തൽ ഡി അൻസേര. നിഷ ദിലീപ്, ജനം, ആലപ്പുഴ. രാജസ്ഥാനിലെ ജയ്പൂർ രാംനിവാസ് ബാഗിലെ മൃഗശാലയിൽ ഒട്ടകപക്ഷി മുട്ട വിരിഞ്ഞു. മൃഗശാലയിലെ അവന്തിക എന്ന പെൺ ഒട്ടകപക്ഷി 11 മുട്ടകളിട്ടു. അതിൽ ഒരു മുട്ടയാണ് വിരിഞ്ഞത്. ജയ്പൂരിലെ കാലാവസ്ഥയോട് പൊരുത്തപ്പെടുകയും ശരിയായ പ്രജനന സൗകര്യങ്ങൾ ഒരുക്കുകയും ചെയ്തതിനാലാണ് മുട്ട വിരിയിക്കാനായത്. ഭാവിയിൽ മൃഗശാലയിൽ ഒട്ടകപക്ഷിക്കായി വിശാലമായ കൂട് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നതിനാൽ ഇതൊരു നേട്ടമായി കാണുന്നതായി മൃഗശാല അധികൃതർ അറിയിച്ചു. കുഞ്ഞൻ ഒട്ടകപക്ഷി വിനോദസഞ്ചാരികളുടെ ഒരു പ്രധാന ആകർഷണമായി തന്നെ മാറിയിട്ടുമുണ്ട്. ധാരാളം സന്ദർശകർ മൃഗശാലയിൽ എത്തിത്തുടങ്ങി. കുഞ്ഞൻ ഒട്ടകപക്ഷിയെ ഇവിടെ പ്രത്യേകമായി പരിപാലിപ്പിക്കുകയാണ് ഇപ്പോൾ. തിരുവനന്തപുരം പഴവങ്ങാടിക്ക് മുന്നിൽ നിർത്തിയിട്ടിരുന്ന ടൂറിസ്റ്റ് ബസിന്റെ പിറകിൽ സ്വകാര്യ ബസ് ഇടിച്ച അപകടം. നിരവധി പേർക്ക് പരിക്കേറ്റു. ബസിന് ബ്രേക്ക് നഷ്ടപ്പെട്ടതാണ് അപകട കാരണം. പരിക്കേറ്റവരെ SP ഫോർട്ട് ആശുപത്രിയിലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. ദിനോസറുകളെ വളർത്തുന്ന പാലക്കാടൻ ഗ്രാമം വീഡിയോ സോഷ്യൽ മീഡിയയിൽ തരംഗമാകുന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെ കൊച്ചിയിലെ ഒരു സംഘം ചെറുപ്പക്കാർ തയ്യാറാക്കിയ ഡോക്യുമെന്ററി വീഡിയോ ആണ് നവമാധ്യമങ്ങളിൽ വലിയ ശ്രദ്ധ നേടുന്നത്. ഇത് പാലക്കാട് ജില്ലയിലെ ദിനോമുഖ്. ഇവിടുത്തെ പ്രധാനപ്പെട്ട കൃഷി ദിനോസറുകളാണ്. മനുഷ്യർ ആദ്യമായി മെരുക്കിയെടുത്ത ജീവികളിൽ ഒന്നാണ് ദിനോസറുകൾ. ദിനോസറുകളെ വളർത്തുന്ന ഒരു പാലക്കാടൻ ഗ്രാമം. മനുഷ്യരോടൊപ്പം വസിക്കുന്ന ദിനോസറുകൾ. കുട്ടികൾക്കൊപ്പം കളിച്ചുല്ലസിക്കുന്ന ദിനോ കുഞ്ഞുങ്ങൾ. ദിനോസർ മുട്ടകളും മാംസവും വിൽക്കുന്ന കടകൾ. ദിനോസറുകളെ വളർത്തി വരുമാനമുണ്ടാക്കുന്ന കർഷകർ. സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുന്ന ഒരു ഗ്രാഫിക് വീഡിയോയുടെ ഉള്ളടക്കമാണിത്. വളരെ എളുപ്പത്തിൽ അത്യാവശ്യം നല്ല ലാഭത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷിയാണ് ദിനോസർ കൃഷി. ഒരു വർഷം എനിക്ക് തോന്നുന്നു ഒരു 10-300 കൂടുതൽ മുട്ടകളെങ്കിലും നമുക്ക് ദിനോസറിൽ നിന്ന് കിട്ടും. അത് വളരെ വലിയ മുട്ടയുമാണ്. ഓരോരുത്തരും ഇവയുടെ കാഷ്ടം ജൈവ കൃഷിക്ക്
ഏറ്റവും ബെസ്റ്റ്. സ്റ്റോറി ടെല്ലേഴ്സ് യൂണിയൻ എന്ന ബ്രോഡ്കാസ്റ്റിംഗ് ആൻഡ് മീഡിയ പ്രൊഡക്ഷൻ കമ്പനിയാണ് കൗതുകകരമായ ഈ ഒരു വീഡിയോ AI സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തയ്യാറാക്കിയിരിക്കുന്നത്. വല്ലാതെ അമർന്നതും കേൾക്കാറുണ്ട് ചില സമയത്ത്. മനുഷ്യ മൃഗ സഹവാസത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പാലക്കാട്ടെ ഈ ദിനോമുക്ക്. സ്റ്റോറി ടെല്ലേഴ്സ് യൂണിയന്റെ പ്രൊമോഷന്റെ ഭാഗമായാണ് യുവാക്കൾ വ്യത്യസ്തമായ വീഡിയോ നിർമ്മിച്ചത്. വീഡിയോ വൈറലായതോടെ ദിനോമുക്ക് എവിടെയാണെന്ന് ചോദിച്ച് യുവാക്കൾക്ക് നിരവധി ഫോൺ കോളുകളും എത്തുന്നുണ്ട്. കൃഷി എന്നതിനപ്പുറം ഇത് ഒരു സ്നേഹബന്ധത്തിന്റെ കഥ കൂടിയാണ്. ദിനോസർ കൃഷിയെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നവർ സമീപിക്കുക സ്റ്റോറി ടെല്ലേഴ്സ് യൂണിയൻ, കാക്കനാട് PO, കൊച്ചി. വിളിക്കേണ്ട നമ്പർ 9745332724. ജനം, പാലക്കാട്. കോഴിക്കോട് കൂടരഞ്ഞിയിൽ കാട്ടുപൂച്ച 19 വളർത്തുകോഴികളെ കൊന്നു. ഇന്നലെ രാത്രി 10 മണിക്ക് ശേഷമായിരുന്നു സംഭവം. മേലേലക്ഷം വീട് കൊമ്മ റോഡിൽ താമസിക്കുന്ന മുഹമ്മദിന്റെ വീട്ടിലെ കോഴികളെയാണ് കാട്ടുപൂച്ച കൊന്നത്. കൂടിന്റെ നെറ്റ് തകർത്ത് അകത്ത് കയറിയാണ് കോഴികളെ കൊന്നത്. തൊട്ടടുത്ത വീട്ടിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച വനംവകുപ്പ് കാട്ടുപൂച്ചയാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിക്കും. ഏകദേശം 10,000 രൂപയുടെ നഷ്ടം കണക്കിലാക്കുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആൻഡ് മാനുഫാക്ചറിംഗ് ജ്വല്ലറിയായ റീഗൽ ജ്വല്ലേഴ്സിന്റെ പുതിയ ഷോറൂം കണ്ണൂർ താവക്കര ന്യൂ ബസ് സ്റ്റാൻഡ് റോഡിൽ പ്രവർത്തനം ആരംഭിച്ചു. റീഗൽ ജ്വല്ലേഴ്സ് മാനേജിംഗ് ഡയറക്ടർ വിപിൻ ശിവദാസിന്റെ മകൾ ബേബി അനൈഷ ഉദ്ഘാടനം നിർവഹിച്ചു. കണ്ണൂർ മേയർ മുസ്ലിഹ മഠത്തിൽ മുഖ്യാതിഥിയായി. റീഗൽ ജ്വല്ലേഴ്സ് ചെയർമാൻ ശിവദാസൻ TK, ക്ഷമ ശിവദാസ്, മാനേജിംഗ് ഡയറക്ടർ വിപിൻ ശിവദാസ്, പല്ലവി നാംദേവ്, മാസ്റ്റർ അവിയാൻ ഒപ്പം മറ്റു പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു. ആന്റിക് കളക്ഷൻസ്, ലൈറ്റ് വെയ്റ്റ്, ടെമ്പിൾ ജ്വല്ലറി, ഉത്തരേന്ത്യൻ ഡിസൈൻസ്, കേരള കളക്ഷൻസ്, കൊൽക്കി കളക്ഷൻസ്, ചെട്ടിനാട് തുടങ്ങിയ ആഭരണ ശേഖരവും ബ്രൈഡൽ ജ്വല്ലറിയുടെ എക്സ്ക്ലൂസീവ് കളക്ഷനും ഒരുക്കിയിരുന്നു. റംദാൻ കരീം ഞങ്ങളുടെ 9th ഷോറൂമാണ്. നിങ്ങൾക്കറിയാം, റീസെൻ്റ്ലി ഞങ്ങൾ കമ്മനഹള്ളി എന്നുള്ള സ്ഥലത്ത്, ദാറ്റ് ഈസ് കർണാടകയിൽ ഒരെണ്ണം തുടങ്ങിയിരുന്നു. കുറച്ച് ഡിലേ ഞങ്ങൾക്ക് കണ്ണൂരിൽ വന്നു, കാരണം അതർ ഞങ്ങളുടെ ഒരു സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട്. ബട്ട് വി ആർ സോ ഹാപ്പി ടു കം ടു കണ്ണൂരിൽ ഞങ്ങൾ ഡെഫിനറ്റ്ലി വി വിൽ റോക്ക് ഇൻ കണ്ണൂർ. വി ആർ വെരി ഷുവർ അബൌട്ട് ഇറ്റ്. കാരണം ഞങ്ങളൊരു ജ്വല്ലറി എന്നുള്ളത് മാത്രമല്ല, ഒരു പാരമ്പര്യമായിട്ടുള്ളൊരു ജ്വല്ലറി ആൾക്കാരാണ്. ആൻഡ് ഞങ്ങളിനി അടുത്തന്നെ ഒരെണ്ണം കൂടെ വളരെ അടുത്തന്നെ മല്ലേശ്വരം എന്നുള്ള സ്ഥലത്ത് തുടങ്ങുന്നതായിരിക്കും, കർണാടകയിൽ. അവർ ജേർണി കണ്ടിന്യൂസ്, ഷുവർ. BJP നേതാവ് വി മുരളീധരൻ മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. തീർച്ചയായിട്ടും ഞങ്ങൾ സംസ്ഥാന കോർ ഗ്രൂപ്പ് യോഗം ചേർന്നു. പാർട്ടിയുടെ ദേശീയ നേതൃത്വത്തിൻ്റെ അഭിപ്രായങ്ങൾ കൂടി ഞങ്ങളുടെ മുൻപാകെ വെച്ചു. ഞങ്ങളെല്ലാവരും കൂടി ചേർന്ന് ശ്രീ രാജീവ് ചന്ദ്രശേഖറിനെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായിട്ട് തീരുമാനമെടുത്തു. ഇപ്പോൾ 2 മണിക്കും 3 മണിക്കും ഇടയിൽ അദ്ദേഹം പാർട്ടിയുടെ എല്ലാ മുതിർന്ന നേതാക്കളും നാമനിർദ്ദേശ പത്രികയിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. അവരുടെ എല്ലാവരുടെയും നിർദ്ദേശത്തോടു കൂടിയിട്ടുള്ള നാമനിർദ്ദേശ പത്രികയായിരിക്കും ശ്രീ രാജീവ് ചന്ദ്രശേഖറിന് സമർപ്പിക്കാൻ പോകുന്നത്. വേറെ ഏതെങ്കിലും നിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സാധ്യതയും ഞാൻ കാണുന്നില്ല. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ഏകകണ്ഠമായിരിക്കും. പക്ഷേ ഔപചാരികമായിട്ടുള്ള പ്രഖ്യാപനം വരണാധികാരിയായിട്ടുള്ള ശ്രീ പ്രഹ്ലാദ് ജോഷിജി ഇന്ന് വൈകിട്ടെത്തിയതിന് ശേഷം നാളെ രാവിലെ സംസ്ഥാന പ്രതിനിധി സഭയുടെ പ്രതിനിധി സമ്മേളനത്തിൽ വെച്ച് നടക്കും. അല്ല, അദ്ദേഹം വർഷങ്ങളായിട്ട്, അതായത് ദൈനംദിന രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളിൽ ഇടപെടുകയും അത് അറിയുകയും ചെയ്യുക എന്നുള്ളതാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനം. ജനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള ധാരണയുണ്ട്. പാർട്ടിയുടെ അത്തരത്തിലുള്ള യോഗങ്ങളിൽ
നേരിട്ടും ഓൺലൈനായിട്ടും അദ്ദേഹം കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് സ്ഥിരമായിട്ട് പങ്കെടുക്കുന്നുണ്ട്. അതിനു പുറമെ അദ്ദേഹം കഴിഞ്ഞ ഏതാണ്ടൊരു 2-3 ടേം അദ്ദേഹം രാജ്യസഭാംഗമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള എല്ലാ വിഷയങ്ങളും അദ്ദേഹം കൈകാര്യം ചെയ്ത് പരിചയമുള്ള ഒരാളാണ്. അതുകൊണ്ട് അക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു ആശങ്ക എനിക്ക് ഏതായാലും ഇല്ല. ഒരു തരത്തിലുള്ള അങ്ങനെ ഒരു സ്റ്റാർട്ടിംഗ് പ്രശ്നം ഉണ്ടാവുമായിരുന്നെങ്കിൽ കേരളത്തിലെ സംസ്ഥാന കോർ ഗ്രൂപ്പിലെ മുഴുവൻ ആളുകളും ഏകകണ്ഠമായിട്ട് ഈ ഒരു തീരുമാനത്തിൻ്റെ പിന്നിൽ നിൽക്കില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു തരത്തിലുള്ള ആശങ്കയും ഒരു തരത്തിലുള്ള സംശയവും BJPയുടെ മുതിർന്ന നേതാക്കന്മാരിൽ ആർക്കുമില്ല. പാർട്ടിയുടെ സംസ്ഥാന ഘടകത്തിൽ ആർക്കെങ്കിലും ഉള്ളതായിട്ട് ഇതുവരെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുമില്ല. അതുകൊണ്ട് ഞങ്ങൾ ഏകകണ്ഠമായിട്ട് തീരുമാനമെടുത്തു. ഒറ്റക്കെട്ടായി ഭാരതീയ ജനതാ പാർട്ടി ഇനി വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളിലേക്ക് കൂടുതൽ ഊർജിതമായിട്ട് നീങ്ങും. കാരണം ആ പ്രവർത്തനങ്ങൾ നേരത്തെ തന്നെ തുടങ്ങിക്കഴിഞ്ഞു. ആ പ്രവർത്തനങ്ങളുടെ തുടക്കം ഇടാൻ വേണ്ടിയിട്ടുള്ള ആലോചനകളിൽ ശ്രീ രാജീവ്ജിയും പങ്കാളിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ അറിവില്ലാതെയുള്ള പ്രവർത്തനങ്ങളല്ല ഇത്രയും കാലം നടന്നത്. ഇതുവരെ നടന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ കൂടി പങ്കാളിത്തത്തോടുകൂടി തന്നെയാണ്. അതുകൊണ്ട് അത് ഇനിയിപ്പോൾ ആ കാര്യങ്ങൾ മുന്നോട്ട് നയിക്കേണ്ടത് ആളാരാണെന്നുള്ളത് വ്യക്തമായ സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ തന്നെ മുന്നോട്ട് പോകും. അല്ല, BJPയുടെ ഭരണഘടനയിൽ അങ്ങനെ ഒരു കാര്യമില്ല. മാത്രമല്ല ഞങ്ങളുടെ ഇന്നത്തെ ചർച്ചയിൽ അങ്ങനെ ഒരു ആലോചനയോ നിർദ്ദേശമോ അഭിപ്രായമോ ആവശ്യമോ ആരും ഉന്നയിച്ചിട്ടില്ല. ഇതൊക്കെ ആപേക്ഷികമായിട്ടുള്ളതാണ്. കാരണം ഓരോ പ്രസിഡന്റിൻ്റെയും അനുഭവ പരിചയം വ്യത്യസ്തമായിരുന്നു. ഒരാളും മറ്റൊരാളെ പോലെയുള്ള ആളായിരുന്നില്ല. എന്ന് പറഞ്ഞാൽ തുടക്കം മുതലുള്ള ആളുകളെ ഓരോരുത്തരെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അത് ആ വ്യത്യസ്തമായിട്ടുള്ള അനുഭവം പാർട്ടിക്ക് മുതൽക്കൂട്ടാവും. മാത്രമല്ല ഈ പ്രസിഡന്റ് ഇപ്പോൾ പുതുതായിട്ട് ഒരാൾ പ്രസിഡന്റ് ആവുന്നു എന്നുള്ളതിനർത്ഥം ഇതുവരെ ഉണ്ടായിരുന്ന പ്രസിഡന്റുമാരുടെ പ്രവർത്തനങ്ങളുടെ അനുഭവവും അവരെല്ലാവരും ഇപ്പോഴും സജീവമായിട്ട് രംഗത്ത് നിൽക്കുന്ന ആൾക്കാർ എന്നുള്ള നിലയിൽ അവരുടെ എല്ലാവരുടെയും അനുഭവ പരിചയം ഒരുമിച്ച് കൂട്ടായിട്ടുള്ള ഒരു പ്രവർത്തനത്തിന് ശക്തി പകരും എന്നത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ സാങ്കേതിക മേഖലയിലെ വൈദഗ്ധ്യവും മാനേജ്മെൻറ്റ് മേഖലയിലുള്ള വൈദഗ്ധ്യവും ആ വൈദഗ്ധ്യം ഒരുപക്ഷെ BJPക്ക് ഇതുവരെ ഇല്ലാതിരുന്ന ഒരു പുതിയൊരു മാനം, ആ മാനം കൂടി അദ്ദേഹത്തിന് BJPയിലേക്ക് സംഭാവന ചെയ്യാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് എനിക്ക്. അദ്ദേഹം അതായത് ഇന്നത്തെ കാലഘട്ടത്തിൽ അദ്ദേഹം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ചുരുങ്ങിയ ദിവസങ്ങൾക്കകം എല്ലാവരുമായിട്ടും അദ്ദേഹത്തിന് കണക്ട് ചെയ്യാൻ സാധിച്ചു. അഥവാ അങ്ങനെ ഒരു ചെറിയൊരു ന്യൂനതയുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള മാർഗം പാർട്ടിക്കുണ്ട്, അദ്ദേഹത്തിനുണ്ട്. അതെ, അല്ല സംഘടനാ തലത്തിൽ ശശി തരൂരിൻ്റെ ആയിട്ട് ഞാൻ താരതമ്യം ചെയ്യില്ല. ശശി തരൂർ തിരുവനന്തപുരത്ത് അധികം നിൽക്കാത്ത ഒരാളാണ്. രാജീവ്ജി അങ്ങനെ ആയിരിക്കും എന്നുള്ള അഭിപ്രായമില്ല. അദ്ദേഹം കേരളത്തിലുണ്ട്. പാർട്ടിയിൽ ഇപ്പോൾ തന്നെ പാർട്ടിക്കകത്ത് രാജീവ് വരുന്നതിനകത്ത് വിയോജിപ്പുകൾ ഉയർന്നു സാധ്യത കാണുന്നുണ്ടോ? ആര് കാണുന്നു? പാർട്ടി കാണുന്നുണ്ടോ? ഈ ഞാൻ ഇത്രയും നേരം പറഞ്ഞതൊന്നും കേട്ടില്ല. വാർത്ത ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്തേ.